മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം ഭക്ഷണം രുചിച്ചു നോക്കാനും ഭക്ഷിക്കാനും പിന്നെന്താ പറയുക ഉണ്ടാക്കി പരീക്ഷിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. പ്രത്യേകിച്ച് പറഞ്ഞാൽ മലയാളിയുടെ ഒരു രുചിഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പോൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അല്ല നിൽക്കുന്നത്. ഇപ്പോൾ അതിരുകൾ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിർത്തികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് തരം ഭക്ഷണവും സ്വാദ് നോക്കാനും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനും അതുപോലെ തന്നെ നമ്മൾക്ക് സ്വായത്തമാക്കാനും അല്ലെങ്കിൽ നമ്മളത് പരീക്ഷിച്ച് നമ്മുടെ വീടിൻ്റെ ഒരു മെനുയുടെ ഭാഗമാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ ബിരിയാണീസ് ആണെങ്കിലും പലതരം ഫ്രൈഡ് റൈസ് പോലെയുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ ഡിസേർട്ട് ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾക്കിപ്പോൾ വളരെ സുപരിചിതമാണ്. അപ്പോൾ വിശേഷ അവസരങ്ങളിൽ പിന്നെ എന്താ പറയുക, വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം വിശേഷ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്ന കാര്യമാണ് ബിരിയാണി. അപ്പോൾ ഇതെല്ലാം തന്നെ ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ കോമ്പിനേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൈഡ് ഡിഷ് വേണം. സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ആകാം, അതല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്തെങ്കിലും കാര്യങ്ങളാകാം, എന്തുമാകാം. പക്ഷേ ബിരിയാണിക്ക് എപ്പോഴും സൈഡ് ഡിഷ് എന്ന് പറഞ്ഞൊരു ചിക്കൻ ഫ്രൈ ഒക്കെ സാധാരണ ചിലപ്പോൾ വെക്കാറുണ്ട്. എങ്കിലും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മട്ടൺ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഒക്കെ കഴിക്കാം. കൂട്ടത്തിലൊരു റൈത്ത അല്ലെങ്കിൽ സാലഡ്, പിന്നെന്താ പറയുക, പിന്നെ ചില ആൾക്കാർ ചമ്മന്തി വെക്കും. അതല്ലെങ്കിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു മധുരവും പുളിയുമുള്ള ഒരു അച്ചാറുണ്ടാകും. ഡേറ്റ്സ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ് ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം ഒരു എരിവുള്ള കാര്യത്തിനോടൊപ്പം ഒരല്പം മധുരവും പുളിയും കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, അതൊരു ഭയങ്കര ഒരു കോമ്പിനേഷനാണ് ബിരിയാണി വിത്ത് ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ ഡേറ്റ്സ് പിക്കിൾ പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. എങ്കിലും അതെല്ലാവർക്കും തന്നെ അറിയണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇന്നിവിടെ ഡേറ്റ്സ് പിക്കിളാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡേറ്റ്സ് പിക്കിൾ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈന്തപ്പഴം 1/4 കിലോ, കുരുവെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായി നുറുക്കിയത്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വാളൻപുളി 125 ഗ്രാം, ചൂടുവെള്ളം 2 കപ്പ്, ശർക്കര ചീകിയത് 1/4 കിലോ, ഉപ്പ് ആവശ്യത്തിന്. ഇനി വഴറ്റാനുള്ള ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 കപ്പ്, ഉലുവ 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഇഞ്ചി ഘനം കുറച്ച് നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 ചെറുത് മുഴുവനെ ഇടുക, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ഇനി നമ്മളുടെ ഡേറ്റ്സ് പിക്കിൾ തയ്യാറാക്കാം. അപ്പോൾ ഡേറ്റ്സ് പിക്കിളിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ ഈന്തപ്പഴമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മധുരവും പുളിയും എല്ലാം മിക്സാണ്. കൂടുതൽ വരേണ്ട കാര്യങ്ങൾ കയറി നിൽക്കുന്ന പുളിയും മധുരവുമാണ് എരിവിനെക്കാട്ടിലും കൂടുതൽ. ഡേറ്റ്സിനൊരു മധുരമുണ്ട്, അത് കൂടാതെ നമ്മൾ ശർക്കര ചേർക്കും. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വാളൻ പുളി, ഇത് ഏതാണ്ട് ഒരു 100 മുതൽ 125 ഗ്രാം വരെ ആകാം. ഒരു 2 കപ്പ് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് പുളി അങ്ങനെ തന്നെ, കുരുവെല്ലാം മാറ്റിയ പുളിയാണെങ്കിൽ അതങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചേക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിരട്ടെ. കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെകിടിയെടുക്കുക. ഞെകിടി പിഴിഞ്ഞെടുക്കുകയൊന്നും വേണ്ട, അതിൻ്റെ കുരു മാത്രം മാറ്റുക, നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. ബാക്കിയല്ല അത് അങ്ങനെ തന്നെ അതുപോലെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഒരല്പം കുറുകിയ രീതിയിൽ. അല്ലാതെ അരിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറല്ല എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. അത് ആദ്യത്തെ കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അത് റെഡിയാകും. ഇനി അടുപ്പ് കത്തിച്ച് ചൂട് കെട്ടിയുള്ളൊരു പാത്രം അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വയ്ക്കുക. ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുറച്ച് താളിക്കലുണ്ട്. താളിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ കടുക്, ഉലുവ ഇട്ട് കറിവേപ്പില ഇട്ട് താളിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളിട്ട് വഴട്ടും. അത് പ്രധാന കാര്യങ്ങളാണ്. എന്താണ്? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇഞ്ചി പച്ചമുളക് എല്ലാം, പച്ചമുളക് ചെറിയ സൈസാണെങ്കിൽ മുഴുവനെ ഇടുക, വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നുകിൽ നീളത്തിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നീളത്തിൽ അടക്കുന്ന രസമായിരിക്കും, ഇടയ്ക്ക് കടിക്കാനെല്ലാം കിട്ടും നന്നായിട്ട്. അപ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണ ആദ്യം. എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞ് താളിക്കൽ കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് വഴറ്റലിൻ്റെ കാര്യങ്ങൾ. ബാക്കി ആ സമയം കൊണ്ട് നമ്മളുടെ പുളി ഒന്ന് കുതിർന്ന് റെഡിയായിരിക്കും. ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇതുണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും കേടാകാണ്ട്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി ആദ്യം നമുക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ. ഉലുവ മുഴുവനെ, അതായത് പച്ച ഉലുവ മുഴുവനെ അങ്ങോട്ട് ഇടുന്നു. അപ്പോൾ അതും കൂടി കിടന്ന് മുക്കട്ടെ. കടുക് പൊട്ടി ഉലുവയെല്ലാം ഇങ്ങനെ മൂത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ
കറിവേപ്പില ഇടുമ്പോൾ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ഇച്ചിരി മാറി നിന്ന് ഇടാം. എണ്ണ എല്ലാം ഇങ്ങനെ 4 പാടും പുറയ്ക്കും. ഇപ്പോൾ ഇനി ഇടാൻ തുടങ്ങാം. കാര്യം ഉലുവ ചെറുതായി കളർ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതിനോടൊപ്പം ഒരു 5 പച്ചമുളക്, ചെറിയ സൈസാണ്, അത് മുഴുവനെ തന്നെ ഞാൻ ഇടുന്നു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് മൂക്കട്ടെ, വഴണ്ട് വരട്ടെ, കളറ് മാറാൻ തുടങ്ങണം. കുറച്ച് വലിയ മുളകാണെങ്കിൽ ഇങ്ങനെ മുഴുവനെ ഇടുമ്പോൾ ഇച്ചിരി ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു അറ്റത്തൊരു ചെറിയൊരു കട്ടിട്ടോളൂ വേണമെങ്കിൽ, അപ്പോൾ പൊട്ടാണ്ട് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാന്താരി മുളകാണെങ്കിൽ ഈ അളവല്ല, 5 അല്ല കൂടുതലിടാം. കാന്താരി മുളക് ഇടുകയാണെങ്കിൽ മുഴുവനെ ഒരു 10-15 എണ്ണം വേണമെങ്കിൽ ഇടാം. ഇത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കളർ മാറാൻ തുടങ്ങുന്നു. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, തീ അല്പം കുറയ്ക്കുക, അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് ക്രമീകരിക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് പിരിയൻ മുളക് പൊടിയാകാം, അല്ലെങ്കിലും എരിവ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആകാം, ഏത് ടൈപ്പ് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച മണം, പച്ചക്കുത്ത് മാറണം, അത്രേ ഉള്ളൂ. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്, ഞാനിപ്പോൾ തീ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. പച്ചച്ചുവ നന്നായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂക്കുന്നു. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞു വച്ചിരിക്കുന്ന ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴം 1/4 കിലോ. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചുവയൊക്കെ മാറി നല്ല മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം അരിഞ്ഞത് ചേർക്കുകയാണ്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. പച്ചമുളക് ഇങ്ങനെ മുഴുവനെ ഇട്ടത് 1-2 എണ്ണം പൊട്ടി സ്പ്ലിറ്റായി, ബാക്കി അങ്ങനെ തന്നെയുണ്ട്. നല്ലൊന്ന് വാടി കുഴഞ്ഞിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, അതും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1/4 കിലോ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം അരിഞ്ഞത് ചേർത്തത്. വീണ്ടും ഇങ്ങനെ വഴറ്റുന്നു. ഇനി ഇതിൽ ചേർക്കാനുള്ള പ്രധാന കാര്യം പുളിയാണ്. ഞാൻ പുളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പുളി നമ്മളിപ്പോൾ സ്പൂണിൽ നിന്ന് മാറ്റി ഞാൻ നല്ല കുതിർന്ന് ഇങ്ങനെ ഇളകി വരുന്നു. അപ്പോൾ നല്ലൊരു കുഴമ്പ് പാകമായി. അതിനകത്ത് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കട്ടെ. ഇതിൽ നാര്, പുളിയുടെ കുരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായി. ഒരുപാട് നമ്മൾ ചാറ് എന്താ പറയുക, പിഴിഞ്ഞതിൻ്റെ സത്തല്ല വേണം, നമുക്ക് ആ കൊത്തോടു കൂടിയാണ് നമ്മൾ ഇടുന്നത്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാ സ്പൈസസും എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി കിടന്ന് മൂക്കുന്ന ഈന്തപ്പഴത്തിനോടൊപ്പം എല്ലാം കൂടെ മൂക്കുന്നൊരു മണം. ആ ഒരു മണം വന്നു കഴിയുമ്പോൾ നമ്മളിത് ചേർക്കണം. പുളി അതിൻ്റെ കൊത്തോടു കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുരു, നാര്, ഈ 2 കാര്യങ്ങൾ മാറ്റുന്നു. ബാക്കി പിഴിഞ്ഞെടുക്കുന്നില്ല, പിഴിഞ്ഞതിൻ്റെ സത്തല്ല എടുക്കുന്നത്, എല്ലാം കൂടിയാണ് ചേർക്കുന്നത്. 2 കപ്പ് ചൂടുവെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചത്. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചോളൂ, നന്നായിട്ട് വരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശർക്കരയും കൂടി ചേർക്കാൻ പോകണം. ഇത് 1/4 കിലോ ശർക്കര, 250 ഗ്രാം ശർക്കര ചീകിയത്. അപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരവും ഈ ശർക്കരയുടെ മധുരവും കൂടി ചേർന്നാണ് വരുന്നത്. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എരിവ്, പുളി, മധുരം, അതിൻ്റെ അളവെല്ലാം വേണമെങ്കിൽ വ്യത്യാസം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടേ? ഉപ്പ് വേണ്ടേ? അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എരിവ്, പുളി, മധുരം, ഉപ്പ് ഒക്കെ ആയി.
ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇച്ചിരി വെള്ളം കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി കിടന്നപ്പോൾ 2.5 കപ്പ് ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം. 2 കപ്പ് ചൂടുവെള്ളത്തിലാണ് നമ്മൾ പുളി കുതിർത്തത്. അത് വേണമെങ്കിൽ 2.5 കപ്പ് വെള്ളത്തിൽ കുതിർത്തുള്ളൂ, അല്ലെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം അവസാനം ഒഴിച്ചാലും മതി. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായി വന്നല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. തിളച്ചൊരു 5 മിനിറ്റ്, തിള വന്നിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ വേകട്ടെ. ഈന്തപ്പഴമൊക്കെ ഒന്ന് വേകട്ടെ, എല്ലാ കാര്യങ്ങളുമായിട്ടൊന്ന് മിക്സ് ആവട്ടെ. പിന്നെ ശർക്കരയുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ മാറണ്ടേ, പുളിയുടെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് തിളപ്പിക്കണം. തിള വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് റെഡി ആകട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഒരു തിള വന്നിട്ട് ഒരു ചെറിയ തീയിലൊരു 10 മിനിറ്റ് സമയം ഞാനിങ്ങനെ ചെറുതായിട്ട് തിളപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പം നല്ല കുറുകി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്തതുമായിട്ടെല്ലാം നല്ലതായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ചെറിയൊരു മധുരവും പുളിയും, ചെറിയ മധുരം അല്ല, നല്ല മധുരം, പുളിയെല്ലാം ഇങ്ങനെ ഈക്വലായിട്ടാണ് നിൽക്കുന്നത്. മത്സരിച്ച് നിൽക്കുകയാണ് മധുരവും പുളിയും. പിന്നെ എരിവ് വലിയ മത്സരത്തിനില്ല, ചെറിയ സൈഡിൽ കൂടി പോകുന്നത് ഒരു കാര്യമാണ്. ഉപ്പും അതുപോലെ തന്നെ സൈഡിലൂടെ പോകുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി നമ്മളിത് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കും. അപ്പോൾ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു, ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ ശരിക്കും ഇതിൽ നമ്മൾ 1/4 കിലോ ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. പിന്നെന്താ 125 ഗ്രാം വരെ പുളിയാകാം, 100 മുതൽ 125 ഗ്രാം. ഒരു 1/4 കിലോ ശർക്കരയുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, താളിക്കൽ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർന്നാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കുറുകിയ രീതിയിലുള്ള നല്ലൊരു ഈന്തപ്പഴ അച്ചാറാണ്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. ഇത് ബിരിയാണിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് 2-3 ദിവസം പുറത്തിരുന്നാലും ഒന്നും സംഭവിക്കില്ല. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ദിവസം വേണമെങ്കിൽ നമ്മൾ പാത്രത്തിലാക്കി അല്ലെങ്കിൽ കുപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം, എത്ര നാൾ വേണമെങ്കിലും. അപ്പം ആവശ്യാനുസരണം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം പിന്നെ ഡേറ്റ്സ് അച്ചാറായിരിക്കണം അതിൻ്റെ കോമ്പിനേഷൻ. വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ കമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ്സ് പിക്കിൾ എന്ന് പറഞ്ഞ് പലരും തരാറുണ്ട് കഴിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഡേറ്റ്സ് അധികം കാണില്ല. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതുപോലെ നമുക്കെല്ലാം അതിൻ്റേതായ രീതിയിൽ ചേർത്ത് ചെയ്യാം. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഡേറ്റ്സ് പേരിന് വേണ്ടി ഉണ്ടാവുള്ളൂ, കൂടുതലും പുളിയും ശർക്കരയും ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അത് കഴിക്കുന്നവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. ഒരു പക്ഷേ ഇറച്ചിയോളം തന്നെ പ്രാധാന്യമുള്ളതാണ് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം. അവർക്കിപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് മീറ്റ്, പലതരം ഇറച്ചി, മീനൊക്കെ കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന പോലെ വെജിറ്റേറിയൻ ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ പനീർ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നൊരു കാര്യമില്ല, മഷ്റൂംസ്. പിന്നെ മഷ്റൂംസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ആവണമെന്നില്ല. കാര്യം എനിക്ക് മഷ്റൂം അത്ര ഇഷ്ടമല്ല, എങ്കിലും മഷ്റൂം ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. പിന്നെ അത് വളരെ പോഷകപ്രദമാണ്. ഒരുപാട് മാംസ്യവും മറ്റു കാര്യങ്ങളും ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യം തന്നെയാണ് മഷ്റൂം. ഇപ്പോൾ നാട്ടിൽ മഷ്റൂമിൻ്റെ കൃഷി തന്നെയുണ്ട്. പല രീതിയിൽ ആധുനികമായ രീതിയിലുള്ള കൃഷി സംവിധാനങ്ങളുണ്ട്. വീട്ടമ്മമാർ അതൊരു കുടിൽ വ്യവസായം പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള മഷ്റൂംസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്സിലും വാങ്ങാൻ കിട്ടും. എന്തായാലും നല്ല മഷ്റൂം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. കൂട്ടത്തിലൊരു സ്പെഷ്യലായിട്ട് ഇതൊരു നാടൻ രീതിയിൽ നമ്മൾ മഷ്റൂമിനെ റെഡിയാക്കാൻ പോവാണ്, ഒരു വിഭവമാക്കി മാറ്റുന്നു. ഇത് മഷ്റൂം പീര. അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ മഷ്റൂമിനെ പീര വറ്റിക്കാൻ പോവാണ്. അപ്പോൾ കൂണുണ്ട്. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്. കൂൺ പീരയാണ് നമ്മളുടെ ഐറ്റം. ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഷ്റൂംസ് 400 ഗ്രാം കഷ്ണങ്ങളായി മുറിച്ചത്, കൊടംപുളി 2 ചെറിയ കഷ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി,
വെള്ളം 1/2 കപ്പ്, ചെറിയ ഉള്ളി 6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി മഷ്റൂം പീര തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ മഷ്റൂം പീരയ്ക്ക് വേണ്ട ആദ്യം നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന മഷ്റൂം അല്ലെങ്കിൽ കൂണ് ബട്ടൺ മഷ്റൂം എന്ന് പറഞ്ഞൊരു കൂണാണ്. ശരിക്കും ഇങ്ങനെ ഒരു കൂണിൻ്റെ ആകൃതിയിൽ നമ്മുടെ മനസ്സിലുള്ളൊരു കൂൺ എങ്ങനെയാണ് ആ ഷേപ്പിൽ കിട്ടുന്ന ബട്ടൺ മഷ്റൂം, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കഷ്ണങ്ങളായിട്ട് ഒരുപാട് ചെറുതാക്കണമെന്നില്ല. കാര്യം ഒരു മഷ്റൂമിനെ 4ആയിട്ട്, ഒരുപാട് വലുതാണെങ്കിൽ 6 ആക്കാം, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 4ആയിട്ട് മുറിക്കുക. കാരണം ഇത് ചുരുങ്ങി കഴിയുമ്പോൾ ധാരാളം വെള്ളമുള്ള കാര്യമാണ്, ചുരുങ്ങും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ ഇത് ഓയിസ്റ്റർ മഷ്റൂം, അതായത് നല്ല പാൽ ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിപ്പിക്കൂൺ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതാണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും നല്ല ഇനം മഷ്റൂം. അപ്പോൾ ആദ്യം അരപ്പിന് ഇതിപ്പോൾ 400 ഗ്രാം കൂണാണ് നമ്മൾ എടുക്കുന്നത് മഷ്റൂംസ്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതിനോടൊപ്പം 2-3 കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു പീരയാണ്, അപ്പോൾ അതുകൊണ്ട് ചതച്ചാണ് എടുക്കുന്നത്. അതിനോടൊപ്പം ഒരു 3 പച്ചമുളക്, പിന്നെന്താ വേണ്ടേ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, കൊച്ചുള്ളി, പിന്നെ ഒരല്പം ജീരകം, ഒരു 1/2 ടീസ്പൂണോളം, 1/2 തികച്ച് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 വരെ. ജീരകത്തിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടം അതനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി 2 എണ്ണം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി ഒന്ന് ചതച്ച് ഒരല്പം കൂടി ചതയ്ക്കാന്ന് പറയുമ്പോൾ തോരൻ്റെ ഭാഗമാണ്. അതിനെക്കാട്ടിലും ഒരു ചതക്കലാണ് തോരനെങ്കിൽ ഇത് 2 ചതക്കലാകാം. തോരന് വേണ്ടി നമ്മൾ എങ്ങനെ ചതയ്ക്കുന്നോ അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒന്ന് ചതയണം. ഇതാണ് നമ്മളുടെ പീരയ്ക്ക് വേണ്ട അരപ്പ്. ഇത് 1/2 കപ്പ് ചെറിയ തേങ്ങയും, 3 പച്ചമുളക്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ ഉള്ളിയുണ്ട്, 5-6 ചെറിയ ഉള്ളി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ കൂണ് മഷ്റൂം കഷ്ണങ്ങളാക്കിയതും, അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരപ്പ്, അതിനോടൊപ്പം നമ്മൾ കൊടംപുളി ഒരു 2 ചെറിയ കഷ്ണം കൊടംപുളിയും കൂടി ചേർക്കും. കൊടംപുളി എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധാരണ പുളിയല്ല, കൊടംപുളി, പിഴിയുന്ന പുളിയല്ല, ഇത് കൊടംപുളി. ഇത്രയും കാര്യങ്ങൾ, കറിവേപ്പില, കുറച്ച് ഉപ്പും, അതിനോടൊപ്പം കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം, 1 കപ്പ് വരെ ആകാം നോക്കിയിട്ട്. കാര്യം എന്തായാലും ഈ കൂണിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ഇത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇപ്പം നമ്മളുടെ മഷ്റൂം പീര ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അടപ്പ് മാറ്റി നോക്കാം. ഏകദേശം എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്ത് ചുരുങ്ങി കഴിഞ്ഞു. അരപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു. ഒരു മീൻ പീര പോലെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വെജിറ്റേറിയൻസിന് പറ്റിയൊരു പീരയാണിത്, മഷ്റൂം പീര. പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇച്ചിരി കൂടെ വേണമെങ്കിലും ഒന്ന് പറ്റിക്കാം, പക്ഷേ ഇരുന്നൊന്നും പറ്റുമല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കും. അല്പം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പുളിയെല്ലാം ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മഷ്റൂം പീര അല്ലെങ്കിൽ കൂൺ പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് പറ്റിക്കാം. പിന്നെ അരപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ 1/2 കപ്പ്
തേങ്ങാപ്പീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അര എന്നുള്ളത് 1/4 കപ്പ് വരെ ആകാം, കുഴപ്പമില്ല. കാര്യം തേങ്ങയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആകാം. 400 ഗ്രാം കൂണ് ഉണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയുടെ അളവ് ഇച്ചിരി കുറച്ച്. പക്ഷേ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല, പൊതിഞ്ഞ്. പിന്നെ കുറച്ചുകൂടി അരപ്പ് വേണമെന്നുള്ളവർക്ക് 1 കപ്പ് തേങ്ങ വരെ എടുക്കാം. പിന്നെ അത് പച്ചമുളകിൻ്റെ അളവൊക്കെ ഒരെണ്ണം വെച്ച് എക്സ്ട്രാ കൂട്ടിയാൽ മതി. 3 എന്നുള്ളത് 4 ആക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇത്രയും തന്നെ ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത്. പിന്നെ ഒരുപാട് അരിഞ്ഞു പോയത് അതിൻ്റെ ചതച്ച ഇച്ചിരി ഒരു ചതക്കലും കൂടി അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ഇങ്ങനെ പീര ഇങ്ങനെ കാണാൻ സാധിക്കണം. അപ്പോൾ ചതയ്ക്കുമ്പോഴും പീര കറക്റ്റായിട്ട് ചതച്ചെടുക്കണം. അതിൻ്റെ അരപ്പെടുക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചതയ്ക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. ആ പീര നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കണം. പിന്നെ നല്ല മണവും ആ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു നെത്തോലി പീരയെല്ലാം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം തന്നെ കിട്ടും. പക്ഷേ മഷ്റൂം പീരയാണ്, അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ധൈര്യമായിട്ട് കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈന്തപ്പഴം അച്ചാർ. അത് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ കുറേ ദിവസം കേടാകാണ്ടിരിക്കും. നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തയ്യാറാക്കാൻ പറ്റും, അത് തയ്യാറാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചത് മഷ്റൂം കൊണ്ടുള്ളൊരു പീര, മഷ്റൂം പീര. അതും വളരെ നല്ല വിഭവമാണ്. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്, എന്നാൽ നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.